എനിക്കാണെങ്കിൽ ഫ്ലാറ്റിൽ ഇരുന്നിട്ട് ഒരു സമാധാനമില്ല. ഒന്ന് ആറ്റുകാൽ പോയി കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ആറ്റുകാൽ പോയിട്ട് വരും. ഇവർക്ക് എന്തായാലും സാധനങ്ങളൊക്കെ പൊങ്കാലയ്ക്കുള്ളത് വെക്കണം. അപ്പം ഞാനും അമ്മയും എല്ലാവരും കൂടെ പോവുകയാണേ. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊങ്കാല ഇടാം, കാരണം എനിക്ക് ഓക്കെയാണ്. പക്ഷേ എങ്കിൽ ഞാൻ വ്രതം ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് മെയിനായിട്ടും പൊങ്കാല ഇപ്രാവശ്യം ഇടുന്നില്ല എന്ന് വിചാരിച്ചത് കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ ഇതാ കണ്ടു, ഇതേപോലെ ദേവിയുടെ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് വൻ സെലിബ്രേഷനാണ്. അമ്പലം പണിത് വെച്ചേക്കുന്നു. അത് മാത്രമല്ല, പൊങ്കാലയ്ക്ക് വരുന്ന ഒരു ഭക്തരും പട്ടിണി കിടക്കില്ല എന്നുള്ള 110% ഉറപ്പാണ്. ഇതാ എവിടെ നോക്കിയാലും ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓരോ വീട്ടുകാരുടെയും അല്ലെങ്കിൽ അസോസിയേഷൻ, ഓരോ ഷോപ്പുകാരുടെയും അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ആൾക്കാർ ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലൊരു കൊതി, അയ്യോ നിന്ന് വാങ്ങിച്ച് കഴിച്ചാലോ എന്ന്. കാരണം എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു ഇതുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഒരു വീട്ടിൽ, നമ്മുടെ ഒരു ആൻറ്റിയുടെ വീട്ടിൽ പോയി ബൈക്കൊക്കെ ഒതുക്കി വെച്ചിട്ട് നമ്മൾ ആറ്റുകാല സാധനങ്ങളൊക്കെ വെച്ചിട്ട് വരികയാണ്. വൻ തിരക്കാണ്. ഇടിച്ച് നമ്മൾ പഞ്ചറാക്കും കേട്ടോ. ഇതൊക്കെ കണ്ടുവന്നപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു കേട്ടോ. അമ്മ ഓൾറെഡി പറഞ്ഞു, നീ വന്ന വ്രതം എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പൊങ്കാലയ്ക്ക് വരാൻ പറഞ്ഞു. പക്ഷെ ഞാൻ അതുകൊണ്ടാണ് മെയിനായിട്ടും പോകാത്തത് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വർഷം നമ്മൾ പൊങ്കാല ഇട്ടിരിക്കും ഗൈസ്. ടാറ്റ.